Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി. ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. കാരുണ്യത്തിന്റെ മിഷണറിമാരുടെ ജൂബിലിക്കൊരുങ്ങി വത്തിക്കാൻ. 2025 ആചരിക്കപ്പെടുന്ന ജൂബിലി വർഷത്തിലെ പ്രധാന സംഭവങ്ങളിൽ ആറാമത്തേതായ കാരുണ്യത്തിന്റെ മിഷണറിമാരുടെ ജൂബിലി ആഘോഷങ്ങൾ മാർച്ച് 28 വെള്ളിയാഴ്ച മുതൽ മാർച്ച് 30 ഞായറാഴ്ച വരെ തീയതികളിൽ റോമിൽ നടക്കും. ആരോഗ്യ കാരണങ്ങളാൽ ഫ്രാൻസിസ് പാപ്പ കാരുണ്യത്തിന്റെ മിഷണറിമാരുടെ ജൂബിലി ആഘോഷങ്ങളിൽ സംബന്ധിക്കില്ലെങ്കിലും ഇവർക്കായി ഒരു സന്ദേശം നൽകുമെന്ന് സുവിശേഷവത്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററി മാർച്ച് 26 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ജൂബിലി ആഘോഷങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 500ഓളം കാരുണ്യത്തിന്റെ മിഷണറിമാർ സംബന്ധിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ കദുന സംസ്ഥാനത്തുള്ള കഫഞ്ചൻ അതിരൂപതയിലെ ഫാദർ സിൽവസ്റ്റർ ഓക്കെചുക്വിന്റെ കൊലപാതകികളെന്ന് സംശയിക്കപ്പെടുന്ന 2 പേർ പിടിയിലായെന്ന് ഫീദസ് വാർത്താ ഏജൻസി അറിയിച്ചു. മാർച്ച് 24 നടത്തിയ 2 റെയ്ഡുകളിലാണ് പ്രധാന പ്രതികളെന്ന് കരുതപ്പെടുന്ന 2 പേരെ നൈജീരിയൻ മിലിറ്ററി കീഴ്പ്പെടുത്തിയത്. മാർച്ച് 4 വൈകുന്നേരം വൈദിക മന്ദിരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഫാദർ സിൽവസ്റ്ററിനെ 5 വിഭൂതി ബുധനാഴ്ച രാവിലെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് മിലിറ്ററി മീഡിയ വിഭാഗം തലവൻ അറിയിച്ചു. സിറിയയിൽ 1.5 കോടിയിലധികം ജനങ്ങൾ ഭക്ഷ്യ ജലക്ഷാമം മൂലം ബുദ്ധിമുട്ടുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ. 1,60,00,000 സിറിയക്കാർ ഭക്ഷ്യക്ഷാമം മൂലം ദുരിതമനുഭവിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭാ വക്താവ് സ്റ്റേഫൻ ദുജാറിച്ച് മാർച്ച് 26 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. കഴിഞ്ഞ 14 വർഷത്തോളം നീണ്ട സംഘർഷങ്ങൾ കാരണം ഏതാണ്ട് 1,30,00,000 സിറിയക്കാർ